നമസ്കാരം. ആലപ്പുഴയിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് ചെന്നൈയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും വൈകുന്നേരം 3:20 ആലപ്പുഴ MGR ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ബാഗൊക്കെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലത്തെ ക്ലോക്ക് റൂമിൽ വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ആദ്യം എടുക്കണം. അതിന് പുറമെ തന്നെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെയാണ് ഈ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉള്ളത്. നമുക്ക് ബോട്ട് കെട്ടിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ബസ് കിട്ടും. അതുപോലെ തന്നെ ഇതാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ തന്നെ ATM ഉണ്ട്. പിന്നെ അവിടെ തന്നെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ആയാലും ഈ ഒരു ഭാഗത്തായാലും ഉണ്ട്. ഇതൊക്കെ പാർക്കിംഗ് ആണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ തന്നെയാണ് ക്ലോക്ക് റൂം ഉള്ളത്. 24 മണിക്കൂറുണ്ട് ഈ ഒരു ക്ലോക്ക് റൂം. 24 മണിക്കൂർ വെക്കുന്നതിന് വെറും 40 രൂപയാണ് ഞങ്ങൾക്കായത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മുടെ ബാഗ് എടുക്കാം. ഇവിടെ ഒരു നമുക്ക് റെസീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതിവിടെ കൊടുത്താൽ മതി. സമയം ഇപ്പോൾ 12 മണി ആയതേ ഉള്ളൂ. നമുക്കിനി ട്രെയിൻ പുറപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമുണ്ട്. അതിനു മുന്നേ നമുക്ക് ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിലേക്കൊന്ന് ജസ്റ്റ് പോവാം. കാരണം അവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അല്ലേ? അതെ, കുറച്ചൊന്ന് ഫ്രഷ് ആവാനുണ്ട്, ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. അതെ, എന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് പോവാം. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ സ്ലീപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂം ഇതാണ്. ഇവിടെ അത്യാവശ്യത്തിന് നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഇരിക്കാനുള്ള ചെയർ ഉണ്ട്. പിന്നെ നവി ഇവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇവിടെ തന്നെ പെയ്ഡ് വെയിറ്റിംഗ് റൂം ഉണ്ട് അപ്പുറത്ത്. ഇവിടെയാണ് പെയ്ഡ് വെയിറ്റിംഗ് ഹാൾ ഉള്ളത്. 1 മണിക്കൂറിന് 30 രൂപയാണ് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ വെയിറ്റിംഗ് ഹാൾ ഉള്ളത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ഇതാ തിരുവനന്തപുരം വന്ദേ ഭാരത് വരുന്നുണ്ട്. സമയം ഇപ്പോൾ കറക്റ്റ് 1 മണിയായി. നമുക്കിനി നേരെ ഭക്ഷണം കഴിക്കാൻ പോവാം. ഇവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. നേരെ അവിടത്തോട്ട് പോവാം. ദേ വന്ദേ ഭാരത് ഇവിടുന്ന് പോയി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉള്ളത് ഇവിടെയാണ്. ഇവിടത്തോട്ട് പോവാം. ഉച്ചയ്ക്ക് ഇവിടുന്ന് കഴിക്കുന്നത് ഊണാണ്. സാമ്പാറുണ്ട്, പിന്നെ ഇത്രയും കറികളൊക്കെ ഉണ്ട്, ഒരു പപ്പടമുണ്ട്. ഈ ഒരു ഊണിന് 70 രൂപയാണ്. ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ട്രെയിൻ. ആലപ്പുഴ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ്. ലോക്കോമോട്ടീവ് വരുന്നത് WP4 ആണ്. ഇതാണ് ചെന്നൈ വരെ ഇത് തന്നെയാണ്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ട്രെയിനിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. ഇവിടെ തന്നെ ഒരു ബോർഡുണ്ട്, ആലപ്പുഴ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്. ആലപ്പുഴ MGR ചെന്നൈ സെൻട്രൽ 22-640 അതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ. ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയാം. ഇതിനാകെ ടോട്ടൽ 3 ജനറൽ ക്ലാസ്സാണ് ഉള്ളത്. ഈ ജനറലിൻ്റെ കാര്യം പറയുമ്പം ഇതിൻ്റെ പകുതി ജനറലും ബാക്കിയുള്ളത് RMS ആണ്. അതായത് നമ്മളെ മെയിലൊക്കെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്ലീപ്പറിലേക്ക് വരുവാണെങ്കിൽ 12 സ്ലീപ്പർ ക്ലാസ് ഉണ്ട്. തേർഡ് AC ഉള്ളത് 3 എണ്ണമാണ്. സെക്കൻഡ് AC 3 എണ്ണമാണ് ഉള്ളത്. ഒരു ഫസ്റ്റ് AC ഉള്ളത് ഫുള്ളായിട്ടില്ല. HA1 അതായത് ഫസ്റ്റ് AC കം സെക്കൻഡ് AC ഇതാണ്. ഇവിടെ ഇംഗ്ലീഷിലാണ് നെയിം എഴുതിയിട്ടുള്ളത്. അതൊക്കെ വളരെ പഴയ കോച്ചുകളാണ് ഇതെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിൻ പുറപ്പെടുക 3-ാം നമ്പർ പ്ലാറ്റ്ഫോം എന്നാണ്. ഡെയിലി എല്ലാ ദിവസവും ഇവിടെ തന്നെ ഉണ്ടാവുക. ഇത് തേർഡ് AC കോച്ച് B2 2006 നിർമ്മിച്ച കോച്ചാണിത്. ഈ ആദ്യത്തെ 2 അക്ഷരമില്ലേ, അതാണ് കോച്ച് നിർമ്മിച്ച വർഷത്തിനെ സൂചിപ്പിക്കുന്നത്. നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്നു ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ് S3. അതിലോട്ട് പോവാം. ഞങ്ങൾ അവിടെ നിന്ന് ഈ ഒരു S9ൻ്റെ ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. കാരണം ഇവിടെയാണ് മലയാളത്തിലൊരു ബോർഡ് ഉള്ളത്. ഈ ഒരു ട്രെയിൻ റേക്ക് ഷെയറിംഗ് ആയിട്ടുള്ളത് തിരുവനന്തപുരം നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണ്. 126-95, 126-96 ആ ഒരു ട്രെയിനായിട്ടാണ് ഈ ഒരു ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റും റേക്ക് ഷെയറിംഗ് ഉള്ളത്. ഇത് S4 ആണ് നമ്മുടേത്. ഈ ഒരു കോച്ച് S3. ഈ ഒരു കോച്ചിൻ്റെ കാര്യം പറയാം. ഇത് നിർമ്മിച്ച വർഷം 2005. ഈ ഒരു കോച്ച് നോക്കി എന്ത് പൊളിഞ്ഞ കോച്ചാണ് നോക്കിയതാ. ഇവിടെ കണ്ടതാ, എല്ലാം പൊളിഞ്ഞിരിക്കുക. ഇതൊക്കെ ഒന്ന് പുതിയത് കൊണ്ടുവന്നൂടെ അല്ലേ? സൂപ്പർ ഫാസ്റ്റായിട്ട് ഓടേണ്ട വണ്ടിയാണിത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറാം. നമ്മുടെ ബെർത്ത് ഉള്ളത് 6-ഉം 3-ഉം. ഈ 2 അപ്പുറത്താണ് നമ്മുടേത്. ഇതിൻ്റെ അകത്തും കാണുന്ന അതേ സെയിം അവസ്ഥ തന്നെയാണ്. ഇതിൻ്റെ മേൾഭാഗത്ത് കണ്ടതാ, എല്ലാം പഴയതാണ്. ഈ ഒരു സ്വിച്ച് അടക്കം പഴയതാണ്. ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്. വാട്ടർ ബോട്ടിലിൻ്റെ ഒരു ഇത് വെക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു മിറർ ഉണ്ട് നല്ല. പിന്നെ ഈ ഒരു സൈഡ് ലോവറിൻ്റെ അവിടെ വന്നാൽ അവിടെ ഒരു വെള്ളം വെക്കേണ്ടതുണ്ട്. ചാർജിങ് സോക്കറ്റ് ഉണ്ട്. എല്ലാം
പണ്ട് കാലത്തെ ആ ഒരു ചാർജിങ് സോക്കറ്റാണ്. ഇനിയിപ്പോൾ ഇവിടെ കിടക്കുന്ന ആൾക്കാർ ആ ഒരു ലൈറ്റ് ഇവിടെയല്ല, ഇവിടെ കിടക്കുന്ന ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് കിട്ടുക ഈ ഒരു മിഡിലെ വരും. പക്ഷെ എൻ്റെ ഉറക്കൊക്കെ ഇന്ന് കണക്ക് തന്നെയാണ്. പലരും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇവിടെ കിടക്കുന്ന നിങ്ങൾക്ക് ആ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യാമെന്ന്. അത് ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. ലോങ് യാത്രയൊക്കെ പോകുമ്പം ഇതേപോലത്തെ സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെയും അത് യൂസ് ചെയ്യും. ഒരു യാത്രയൊക്കെ എങ്ങനെയെങ്കിലും സഹിക്കാം. ഞങ്ങൾ ഈ ഒരു ട്രെയിനിൽ 2 മാസം മുന്നേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. കാരണം നമുക്കറിയാം ഇതൊക്കെ നല്ല പ്രയോറിറ്റി ഉള്ളൊരു ട്രെയിനാണ്. അതായത് നല്ല ഹെവി റഷ് ട്രെയിനാണ്. ഇത് ഒരാഴ്ച മുമ്പ് ടിക്കറ്റ് നോക്കിയാലും നീരൊന്നും കിട്ടില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. അന്ന് തന്നെ ഒരുപാട് ഏകദേശം ഒരു 120ഓളം സീറ്റുകൾ അവൈലബിൾ ഉണ്ടായിരുന്നു. 2 അപ്പർ ബർത്ത് പ്രിഫറൻസ് കൊടുത്തെടുത്തു. ചെന്നൈയിലേക്ക് നല്ല സുഖത്തിൽ തന്നെ യാത്ര ചെയ്യണ്ടേ. അതായത് ഈ മനു നേരത്തെ തിരക്കിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും ഈ വണ്ടിക്ക് നമ്മളെ ചെന്നൈയിൽ നിന്ന് നമ്മളെ ആലപ്പുഴ നാട്ടിലേക്ക് കേരളത്തിലേക്ക് വരാൻ വേണ്ടി ഒരു ആലോചന ഉണ്ടായതാണ്. ആ സമയത്ത് വെയിറ്റ് ലിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എന്താ പറയാ ഇതിൽ വരാൻ കഴിയില്ല വെച്ചു. അത് നല്ല ഡിമാൻഡുള്ള ട്രെയിനാണ്. തീർച്ചയായും ഇവിടുന്ന് ചെന്നൈയിലേക്കായാലും ചെന്നൈയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്കായാലും അതുപോലെ തന്നെ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് MGR ചെന്നൈ സെൻട്രൽ വരെ സ്ലീപ്പർ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 430 രൂപയാണ്. പിന്നെ ഇതിന്റെ AC ഞങ്ങൾ അധികം പ്രിഫറൻസ് കൊടുത്തിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിലേക്കൂടെ എല്ലാം പോകുമ്പോൾ സ്ലീപ്പർ തന്നെയാണ് നമുക്ക് നല്ലത്. പിന്നെ നമുക്ക് നോർത്ത് ഇന്ത്യ, അതായത് നോർത്ത് ഇന്ത്യ പറയുമ്പോൾ എല്ലാം ഡൽഹി അങ്ങനെയല്ല, നമുക്കിപ്പോൾ കൊൽക്കത്ത ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അല്ലെ 3rd AC ആവശ്യം കൂടുതലായിട്ടും വേണ്ടി വരുന്നുള്ളൂ. പിന്നെ ഈ സമയത്ത് ഭയങ്കര ചൂടാണ്, അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഭയങ്കര ചൂടാണല്ലോ. വണ്ടി പോകാൻ ഇനിയും സമയമുണ്ട്. അത്ര ഫാനൊന്നും ഇപ്പോഴൊന്നും ഓണാവില്ല. വേർത്ത് കുളിക്കുന്നു ഇപ്പൊ തന്നെ. നോ സ്മോക്കിംഗ് ആൻഡ് നോ ആൽക്കഹോൾ. ഇതിൽ മദ്യപിക്കാനും പാടില്ല, അതുപോലെ തന്നെ പുകവലിക്കാനും പാടില്ല. കുറേ പേര് നമ്മളെ ബാത്റൂം, അതായത് ടോയ്ലറ്റ് കയറിയിട്ട് പുകവലിക്കും. അതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാണ്. വേറെ കാര്യം, ഈ LHP ട്രെയിനുകളിൽ ഈ നമ്മുടെ പുകവലിച്ചിട്ടുണ്ട് അതിൻ്റെ ഡിറ്റക്ട് ചെയ്യുന്നൊരു സാധനമുണ്ട്. ആ ഒരു അനുഭവം നമുക്ക് കേരള എക്സ്പ്രസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഏതൊരു പുള്ളിക്കാരൻ ടോയ്ലറ്റിൽ പോയിട്ട് പുകവലിച്ചിട്ട് ആ ട്രെയിൻ ചെയിൻ പിടിച്ച് നിർത്തിയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ അത്രയും മോശം അനുഭവം. കാരണം ഒരാൾ ചെയ്യുന്ന ഒരു മോശം പ്രവൃത്തിക്ക് ബാക്കിയുള്ളവരും കൂടിയാണ് അത് അനുഭവിക്കേണ്ടി വരിക. അതിരാത്രി ഒരു വെളുപ്പിന് 4 മണിക്ക് ഞങ്ങളെല്ലാം ഞെട്ടി എണീറ്റു ചാടി. എന്താ അവസ്ഥ എന്നറിയാം. കാരണം ഇതിന്റെ ഒരു ഫയം അലാമുണ്ട്. അത് എന്റെ അതിന് എന്തൊരു ശബ്ദമാണെന്നറിയാ. ഇതിനില്ലല്ലോ. ഇതിനില്ലാന്ന് തോന്നുന്നു. കാരണം ഇതിന് എവിടെയും കാണുന്നൊന്നുമില്ലല്ലോ. പക്ഷെ ഇതിനില്ലാന്ന് എഴുതിട്ട് അത് പാടില്ല. ട്രാവൽ ചെയ്യുന്ന സമയത്ത് പുകവലിയും അതൊന്നും പാടില്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. പിന്നെ വേറെ ആരെങ്കിലും നിങ്ങൾ പുകവലിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ ഞാനല്ല, ഞാൻ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ RPF-നോട് ഞാൻ മറ്റേ പറഞ്ഞില്ല TT-നോടായാലും പറയും. കാരണം എന്താ പറയാ, ശബരി എക്സ്പ്രസ് വരുന്ന സമയത്ത് എനിക്ക് സമാനമായ അവസ്ഥ ഉണ്ടായി. ഞാൻ പോയി കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായി. അത് പറയണം. കാരണം പിന്നെ നമ്മള് വെറുതെ യാത്ര ചെയ്യുന്നത്. ചാർട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ പാസഞ്ചേഴ്സ് ഒക്കെ എവിടത്തേക്കുള്ളവരാന്നൊക്കെ. ഞങ്ങളുടേത് 2 പേരുടെയും ചെന്നൈ തന്നെയാണ്. ഈ ഒരു മിഡിലില്ലേ, ഇതും ഈ ഒരു മിഡിലും എറണാകുളത്ത് നിന്ന് ചെന്നൈ, അതുപോലെ തന്നെ ഈ ഒരു ലോവർ ബർത്ത് തൃശ്ശൂരിൽ നിന്ന് ചെന്നൈ, പിന്നെ ഇത് പാലക്കാട് നിന്ന് ചെന്നൈ, ഈ ഒരു സൈഡ് അപ്പറില്ലേ ഇത് ചാലക്കുടിയിൽ നിന്ന് ചെന്നൈ, ഈ ഒരു ലോവർ ബർത്ത് അതായത് സൈഡ് ലോവർ ഇവിടുന്ന് തന്നെയാണ്, ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ് ചെന്നൈയിലേക്കുള്ളത്. ഇതെങ്ങനെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ 4 മണിക്കൂർ മുമ്പ് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ ചാർട്ട് പ്രിപ്പയർഡ് ആവുമല്ലോ. ആ സമയത്ത് തന്നെ ചാർട്ട് വേക്കൻസി നിങ്ങളിന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ട്രെയിൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോച്ചിൻ്റെ ലേഔട്ട് വരും. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ബർത്ത് ഏതാന്ന് നോക്കി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടത്തേക്കാന്ന് പോകുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ട്രെയിൻ നമ്പർ 226440 ആലപ്പുഴയിൽ നിന്നും പാലക്കാട് ജംഗ്ഷൻ വഴി ചെന്നൈ സെൻട്രൽ വരെ പോകുന്ന ആലപ്പുഴ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആലപ്പുഴ സ്റ്റേഷൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 222640 एलपी से पालक्काड होकर चेन्नई सेंट्रल तक जाने वाली एलपी चेन्नई सेंट्रल सुपरफास्ट एक्सप्रेस एलपी स्टेशन प्लेटफॉर्म नंबर 3 पर खड़ी है. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 3:20 തന്നെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ഈ ഒരു വണ്ടിയില്ലേ, ഇത് ധൻബാദിൽ നിന്ന് ആലപ്പുഴയിലേക്ക് വന്ന എക്സ്പ്രസ് ആണ്. ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ഉണ്ട്. അത് 3:50 ഇവിടുന്ന് പുറപ്പെടും. ഈ വണ്ടിയൊക്കെ ഇന്ന് ഓൺ ടൈമാണ്. ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ധൻബാദ് ആലപ്പുഴയിലേക്ക്. ആ സമയത്തൊരു 5 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ ആ ഒരു ടൈമിൻ്റെ അത്രയും ഡിലേ ആയിട്ട് എത്തിയത്. വൈകുന്നേരം രാത്രി 7 മണിക്കാണ് എത്തിയത് വണ്ടി ഇവിടെ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനോട് വിടാം. ഇവിടെ ടോട്ടൽ ഇപ്പോൾ 3 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്.
നമ്മുടെ വണ്ടി പുറപ്പെട്ടത് 3 തന്നെ. ഇവിടെയാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് ഉള്ളത്. ഒരാൾക്ക് എൻട്രി ഫെയർ വരുന്നത് 20 രൂപയാണ്. ട്രെയിൻ ഇപ്പോൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അണ്ടർസൗണ്ടിൽ കയറേണ്ട തിരക്കാണിത്. ചേർത്തല, ഇവിടെ നമ്മുടെ ട്രെയിന് 1 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. കരക്ക ജനറലായിട്ട് ഓടി കയറുക. അതുപോലെ തന്നെ ആലപ്പുഴയ്ക്കും MGR ചെന്നൈ സെൻട്രലിനും ഇടയിൽ നമ്മുടെ ഈ ട്രെയിന് 23 സ്റ്റോപ്പുകളുണ്ട്. ഇവിടെ നല്ലൊരു നെയിം ബോർഡുണ്ട്. ഈ ഒരു നടുഭാഗത്തായിട്ടാണ് ഉള്ളത് ഈ ഒരു ബോർഡുള്ളത്. നമ്മളെ കോച്ചിലേക്ക് ആൾക്കാർ കൂടുതലായിട്ടും കയറുക എവിടെ നിന്നായിരിക്കും? എറണാകുളം തന്നെ ആയിരിക്കും അല്ലേ? കൂടുതൽ പേര് ഈ ട്രെയിനിൽ തന്നെ കൂടുതൽ പേര് കയറുന്ന എറണാകുളം ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കും. ആലപ്പുഴയിൽ അധികമൊന്നും ആൾക്കാരില്ല. ട്രെയിൻ ഇതാ തുറവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചേർത്തലയിൽ നിന്ന് അധിക ദൂരമൊന്നുമില്ല തുറവൂരിലേക്ക്. ഈ തുറവൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് എറണാകുളത്താണ്. എറണാകുളം ജംഗ്ഷൻ. അവിടുത്തെ എന്തായാലും വണ്ടി ഫുള്ളാവുള്ളൂ. നമ്മളെ ഈ ഒരു കോച്ചിലല്ല, വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പുറത്തുനിന്ന് തന്നെ നമുക്ക് ഈ ബെർത്തുകളുടെ എണ്ണമൊക്കെ നോക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്തുള്ള 1 മുതൽ 8 വരെയിലെ ആ ബെർത്തുകളാണ്. അവിടെ അങ്ങനെ ഉണ്ടാവും. ഇവിടെ 9 മുതൽ 16 വരെ കണ്ട ഇവിടെ എഴുതിയിട്ട് കണ്ട. അത് പുറത്തുനിന്നായാലും നോട്ട് ചെയ്തിട്ട് കയറാം. സിഗ്നൽ കിട്ടുമോയെന്ന് അറിയുന്നില്ല, കാരണം ഇവിടെ കുറച്ച് വളഞ്ഞിട്ടാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്ത് എന്താ നോക്കാം നമുക്ക്. ഇത് തുറക്കലെങ്ങനെ അറിയാം? അടക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ ഉണ്ടാവുക. ഇത് മുകളിലോട്ടാക്കിയിട്ട് ഇതിലേക്കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതി. ഇവിടെ ഒരു സാധനമുണ്ട്, ഇതിൻ്റെ അകത്ത് ഇട്ടാൽ ഇത് ലോക്കായി. പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടാക്കാം. ഇങ്ങനെ എത്താലും ലോക്കായി. തുറക്കണമെങ്കിൽ ഇങ്ങനെ സിമ്പിളാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. വേണ്ട, കുറച്ച് വളഞ്ഞിട്ടാന്ന് പറഞ്ഞില്ലേ. വണ്ടി അതാ എടുത്തു. അരൂര് പാലം. നല്ല കാറ്റാണ്. അതിലൂടെയാണ് റോഡ് പോകുന്നത്. എത്ര താറാവുകളാ നോക്കിയേ. ഇതാ ഈ ഒരു ഭാഗത്ത് മുഴുവനുണ്ട്. ഇതാ താറാവുകൾ. ഇതാ ഇവിടെ ഇത് വളർത്തുന്നത് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഇവിടെയൊക്കെ ആ ഒരു വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. കണ്ട, ലെവൽ ക്രോസിംഗ്. കുമ്പളം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ ഇവിടെ ഒരു ട്രെയിൻ വരുന്നുണ്ടല്ലോ. ഇത് കുറേ റൂട്ടുണ്ട്. പഴയ നീല കോച്ച്. എനിക്ക് തോന്നി ഇപ്പോൾ ആലപ്പുഴ ഭാഗത്തേക്കുള്ള എക്സ്പ്രസ് തന്നെ ആവാനാ ചാൻസ്. ട്രെയിൻ ഇതാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. സമീപം 4:28. ഇവിടെ 4:35 എത്തേണ്ടത്. ബിഫോർ ടൈം, നേരത്തെ എത്തി. ഇവിടെ 5 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. മെട്രോന്ന് പോകുന്ന കാണുന്നില്ലല്ലോ.
1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വണ്ടി ഫുള്ളാവും. നല്ല തിരക്ക് ഇവിടെ നിന്ന് തന്നെയാണ്, നോക്കിക്കോ. ആലപ്പുഴയിൽ നിന്നും പാലക്കാട് ജംഗ്ഷൻ വഴി ചെന്നൈ എറണാകുളത്ത് നിന്ന് നമ്മുടെ ആ ഒരു ബർത്തിൻ്റെ അവിടെയുള്ള പാസഞ്ചറൊക്കെ വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ട്രെയിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ ഈ ട്രെയിൻ ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയ വർഷം എന്ന് പറഞ്ഞാൽ 1966 ഏപ്രിൽ 1-നാണ്. അന്ന് ഈ ട്രെയിൻ ആലപ്പുഴയിൽ നിന്നല്ല ഓടിയത്, നമ്മുടെ മദ്രാസ്, അന്ന് ചെന്നൈ അറിയപ്പെട്ടത് മദ്രാസാണ്. മദ്രാസ് സെൻട്രലിൽ നിന്ന് കൊച്ചിൻ ഹാർബർ ടെർമിനസ് വരെയാണ് ഓടിയത്. ആ സമയത്ത് ഈ ട്രെയിനിൻ്റെ ടൈമാണ് ഈ ഒരു ടൈമിങ്ങിലല്ല, നമ്മുടെ ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസിൻ്റെ ആ ടൈമിലാണ് എന്താ പറയുക വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അന്ന് ഈ ട്രെയിനിൻ്റെ പേര് കേരള എക്സ്പ്രസ് എന്നാണ്. നമ്മുടെ ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് അല്ല, ഇതിൻ്റെ ട്രെയിനിൻ്റെ പേര് അറിയപ്പെടുന്നത് കേരള എക്സ്പ്രസ് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് കേരള എക്സ്പ്രസിൻ്റെ പേര് അറിയപ്പെടുന്നത് KK എക്സ്പ്രസ് എന്നാണ്. അത് വേറെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 1979-ലാണ് ഈ പറഞ്ഞ കേരള എക്സ്പ്രസ് ഈ പേര് നമ്മുടെ മറ്റേ ന്യൂഡൽഹി ട്രെയിനിൽ കൊടുത്തത്. അപ്പം നമ്മുടെ ഈ ട്രെയിനിൻ്റെ പേര് കൊച്ചിൻ എക്സ്പ്രസ് എന്നായി. പിന്നെ അതിനുശേഷം 1982 ഈ പറഞ്ഞ നേരത്തെ നമ്മുടെ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റിൻ്റെ ഒരു ടൈമിങ്ങിലാണ് ഈ വണ്ടി ഓടിയത്. ആ ടൈമിന് പകരം ഇപ്പം നിലവിൽ ഇപ്പോൾ എങ്ങനെയാണോ ടൈം, ആ ടൈമിൽ തന്നെ കൊച്ചിൻ ഹാർബർ ടെർമിനസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മദ്രാസിലേക്ക്. അതൊക്കെ പോയ ശേഷം 1991-ലാണ് ഈ വണ്ടി കൊച്ചിൻ ഹാർബർ ടെർമിനസിൽ നിന്ന് മാറിയിട്ട് നേരെ ആലപ്പുഴയിലേക്ക് മാറ്റിയത്. അതിനുശേഷം പിന്നെ ഈ 2012 സമയത്ത് തിരുവനന്തപുരത്തേക്ക് നീട്ടണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ മാറ്റിയില്ല. ഇപ്പം ആലപ്പുഴ വരെയാണ് നമ്മുടെ വണ്ടി ഓടുന്നത്. അതുപോലെ തന്നെ 2014-ലാണ് ഈ ട്രെയിൻ എന്താ പറയുക സൂപ്പർ ഫാസ്റ്റിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തത്. ഇനി ഈ ട്രെയിൻ മാറേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോച്ചുകളൊക്കെ ഒന്ന് മാറ്റി LSP-ലോട്ടൊന്ന് മാറിയാൽ മതി. അതെ, നീട്ടമൊന്നും അല്ല കാര്യം, നല്ല കോച്ചുകൾ കൊടുത്താൽ മാത്രമേ. വണ്ടി വരുമ്പോൾ എന്താ ഇളക്കം എന്നറിയാം, വണ്ടിക്ക് ഭയങ്കര വൈബ്രേഷനും. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്. ACTC തമിഴ്നാട് വണ്ടി, അവിടെ കർണാടക വണ്ടിയുണ്ട്. സ്വിഫ്റ്റ് എല്ലാം കാണേണ്ടതാണല്ലോ, ഈ ഒരു ഭാഗത്ത് എവിടെയും കണ്ടോ? ഇല്ല, പോകാനുള്ള ടൈമായില്ല. തൊടുപുഴ. ഈ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ മാത്രമല്ല, എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ തിരക്ക് കാണുന്നില്ല. ഇത് വേണാട് എക്സ്പ്രസ്സിന് കയറാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. വേണാട് ഇപ്പോൾ ഇവിടെ എത്തും. എടപ്പള്ളി കഴിഞ്ഞു. നോക്കിയ സമയത്ത് കണ്ടത് അങ്ങനെയാണ്. ഷൊർണൂർ തിരുവനന്തപുരം സെൻട്രൽ വേണാട് എക്സ്പ്രസ് ഇപ്പം വരും. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. ഇന്ത്യൻ്റെ ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട്. കാണുന്നത് മുഴുവനും സോളാർ പാനലുകളാണ്. അഞ്ച് 33 സമയം. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ചാലക്കുടി. ഇത് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് വയാ കോട്ടയം. കോട്ടയം വഴിയുള്ള വന്ദേ ഭാരത്. സമയം കറക്റ്റ് 6:30. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു വീട്ടിൽ തന്നെ 2 വന്ദേ ഭാരതിനെ കണ്ടില്ലേ? ആലപ്പുഴ വഴി പോകുന്നതും കണ്ടു, കോട്ടയം വഴി പോകുന്നതും കണ്ടു. ഇവിടെ 3 മിനിറ്റ് ഉണ്ട് നമ്മുടെ ട്രെയിനിങ് ഹോൾട്ട്. തൃശ്ശിവ പേരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ നമ്മുടെ കോച്ചിലൊക്കെ കയറാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ തന്നെ ബിരിയാണി എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നില്ല, നമുക്ക് പാലക്കാട് നിന്നായിട്ട് വാങ്ങിക്കാൻ നോക്കാം. ഇത്ര നേരത്തെ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റാ. ട്രെയിൻ നമ്പർ 226440 ആലപ്പുഴയിൽ നിന്നും പാലക്കാട് ജംഗ്ഷൻ വഴി ചെന്നൈ സെൻട്രൽ വരെ പോകുന്ന ആലപ്പുഴ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. ഇവിടെ കണ്ട നദീൻ്റെ പുറത്തിൻ്റെ ഇവിടെയാണ് ഇവരുടെ ഈ പാൻട്രിൽ ഉഴുന്നോടയാൻ തോന്നുന്നു, അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഈ ഒരു പുറത്തുനിന്ന് പൊടിയും കാറ്റൊക്കെ കൊള്ളൂലേ. ഈ എൻ്റെ പൊന്നെ, ഇനിയിപ്പോൾ ഇത് മാറ്റണമെങ്കിൽ ആ പുള്ളീനെ തപ്പി നമ്മൾ നടക്കണം. ഇവരവിടെ കൊണ്ടുവയ്ക്കുന്നതിലുള്ള പ്രശ്നം കാരണം അത് കുറച്ച് കവറിങ്ങൊക്കെ ഉണ്ട്. പൊടി കൊള്ളുന്നത് ഓക്കെ, പക്ഷേ ഇവർ തോന്നുന്ന സ്ഥലത്താണ് അത് കൊണ്ടുവെക്കുന്നത്. കാരണം മറ്റ് പാസഞ്ചേഴ്സിന് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഇതിൽ പാൻട്രി കോച്ചൊന്നും ഇതിലില്ലല്ലോ, അതുകൊണ്ട് ഇവർ തോന്നുന്ന ബർത്തിലാണ് കൊണ്ടുവെക്കുന്നത്. ഇപ്പം അത് എവിടെ കൊണ്ടുവച്ചെന്ന് കാണണ്ട. ഇപ്പം വെച്ചത് കണ്ടതാ നേരെ ആ ഒരു സൈഡ് അപ്പറിന്. വടക്കാഞ്ചേരിയും ഒറ്റപ്പാലൊക്കെ കഴിഞ്ഞ് ട്രെയിൻ ഇതാ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 7:56 പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് PGT എന്നാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് രാത്രി കഴിക്കേണ്ട ഭക്ഷണമൊക്കെ വാങ്ങിക്കാം. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വന്നത്. നല്ല തിരക്കുണ്ടല്ലോ ഇവിടെ. പാലക്കാട് ജംഗ്ഷൻ. ഇനിയുണ്ടല്ലോ നമ്മളെ ട്രെയിൻ പോകുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ മൊത്തം തമിഴ്നാട്ടിലൂടെയാണ്. ഈ ട്രെയിനിൻ്റെ അവസാനത്തെ സ്റ്റോപ്പാണ് കേരളത്തിലെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാത്രി കഴിക്കേണ്ട ഭക്ഷണമൊക്കെ വാങ്ങിച്ച ആ ഒരു ചേട്ടൻ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണല്ലേ. വീഡിയോ കാണുന്നത്, പക്ഷേ പുള്ളിക്കാരനോട് സംസാരിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. അതെ, ചടപടിയായിരുന്നല്ലോ. 2 ചിക്കൻ ബിരിയാണിയാണ്, പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ സ്പൂണൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്താ ചിലപ്പോൾ ഉണ്ടാവുക, അതിൻ്റെ അകത്തുണ്ട്, അതിൻ്റെ പുറത്തന്നെ നമുക്ക് ഡയറക്റ്റ് തന്നു. പിന്നെ ഇതിന് ഒരെണ്ണത്തിന് 100 രൂപയാണ് ആയത്. അതിൻ്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വെബ്സൈറ്റിന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു അച്ചാറുണ്ട്, പിന്നെ ഇത് കച്ചമ്പറാന്ന് തോന്നുന്നു. അത് രണ്ടും എന്തായാലും വേണ്ട. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പീസും ഉണ്ട് കേട്ടോ. ഒരു പീസല്ല 2 പീസാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലത്തെ ചിക്കൻ ബിരിയാണി കുഴപ്പമില്ല, കണ്ടിട്ട് തന്നെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ കഴിച്ച ശേഷം അതിൻ്റെ അഭിപ്രായം പറയാം. കാരണം അത് നമുക്ക് അവർ കൊണ്ടുതരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സ് നിറഞ്ഞു. കാരണം അത്രയും നല്ല രീതിയിലായിരുന്നു ആ ഒരു ചേട്ടൻ ഞങ്ങളോട് സംസാരിച്ചത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. ഇപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 9:30. ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം. ഇവിടെ നിന്ന് നല്ല തിരക്കുണ്ട്. കോയമ്പത്തൂർ ജംഗ്ഷൻ. എൻ്റെ പൊന്നം. കോയമ്പത്തൂരിൽ നമ്മുടെ ട്രെയിന് 3 മിനിറ്റാണ് ഹോൾട്ട് ഉള്ളത്. ഇവിടെയും ചപ്പാത്തി ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയൊരു 496 കിലോമീറ്ററും കൂടെ സഞ്ചരിക്കാനുണ്ട് ചെന്നൈയിലേക്ക്. വെളുപ്പിന് നമ്മുടെ ട്രെയിൻ ചെന്നൈയിലെത്തും. എല്ലാവരും ഏകദേശം കിടന്നുറങ്ങി. അതായത് ഒരു 4:50-5 മണിയോട് കൂടിയാണ് MGR ചെന്നൈ സെൻട്രൽ എത്തേണ്ടത്. ഇപ്പം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഞാനും മനുവല്ലേ, അല്ല മനു കിടന്നുറങ്ങല്ലേ. എൻ്റെ ഭാഗത്തേക്കാണ് ലേറ്റാക്കി വരുന്നത്. പ്രശ്നമൊന്നുമില്ല. ഞാൻ വേറെ എന്തെങ്കിലും സാധനം ഒരു ടവലായിട്ട് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, അങ്ങനെ പ്രശ്നമില്ലല്ലോ. മിക്കവാറും നാളെ രാവിലെ പെരാമ്പൂർ എത്തുന്ന സമയത്ത് നമുക്കറിയാം എന്നാണ് വിചാരിക്കുന്നത്. അതെ, അപ്പം നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 5:07. പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് വണ്ടി എടുത്ത് ഇവിടെ ആകെ 2 മിനിറ്റ് മാത്രമേ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്തതാണ് നമുക്ക് ഇറങ്ങാനുള്ള MGR ചെന്നൈ സെൻട്രൽ.
രാത്രിക്കൊക്കെ ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവി? ഉറക്കം കുഴപ്പമൊന്നുമില്ല. നീ പറഞ്ഞ പോലെ നമ്മുടെ ആ ലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നല്ലോ വണ്ടിക്ക്. മറ്റേ ഈ പറഞ്ഞ ഒരു ഷോച്ചിലെല്ലാം ഉണ്ടാവും, ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു 6 കിലോമീറ്റർ പോകാനുണ്ട്. അതെ അതെ. ഇതാണ് പെരമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. തിരക്കേ ഇല്ല ഈ ഒരു ഭാഗത്ത്. ഇവിടെ ഒരു നെയിം ബോർഡ് വരുമല്ലോ ഇപ്പം, പെരമ്പൂർ എന്ന് പറഞ്ഞിട്ട്. ഇതിലൂടെ ഒരു റോഡൊക്കെ പോകുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ ബേസിക് ബ്രിഡ്ജ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല, ഇതിൽ കിട്ടി നിന്നു. ലോക്കൽ. രാവിലെ നിന്ന് വലിയ തിരക്കൊന്നുമില്ല ലോക്കൽ ട്രെയിനിൽ. ഇപ്പോൾ ഇവിടുന്ന് എത്ര മണിക്ക് എടുക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അവിടെ പ്ലാറ്റ്ഫോമിൻ്റെ സ്ലോട്ട് ഉണ്ടാവില്ല, അതായിരിക്കാം. ഇവിടുന്ന് വണ്ടി എടുത്ത് ഇപ്പോൾ സമയം 5:22. നമ്മളിപ്പോൾ ഒരു വണ്ടീനെ കാണും. MGR ചെന്നൈ സെൻറ്ററിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറിലേക്ക് പോകുന്ന ആന്തമാൻ എക്സ്പ്രസ്സിന്. അത് അവിടുന്ന് എടുത്തു. അതിപ്പോൾ ഇതിലൂടെ വരും. ഇതാണ് ആന്തമാൻ എക്സ്പ്രസ്. MGR ചെന്നൈ സെൻട്രൽ ടു ശ്രീമാതാ വൈഷ്ണവ് ദേവി കട്ര, ജമ്മു കാശ്മീരിലെ കട്ര. ഇതിപ്പോഴും എത്തൂല. ഈ വണ്ടി ഇപ്പോഴും ഉത്കൃഷ്ട കോച്ച് ഉണ്ട്, അത്ര LHPയിലേക്ക് ആയിട്ടില്ല. ആലപ്പുഴയിൽ നിന്നും 757 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഇതാ തമിഴ്നാട്ടിലെ MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 5:15 എത്തേണ്ടത്. ഇപ്പോൾ സമയം 5:30. ഒരു 15 മിനിറ്റ് വണ്ടി ഡിലേ. ഇത് ബാംഗ്ലൂരിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിലോട്ട് വന്ന മെയിൽ. തന്നെയാണ് കർണാടക എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടി. ഒമ്പതാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. പ്ലാറ്റ്ഫോമിലൊന്നും ഈ ഒരു ഭാഗത്തൊന്നും ആരുമില്ല, നല്ല വൃത്തിയുണ്ട്. ആലപ്പുഴ MGR ചെന്നൈ സെൻട്രൽ. നമ്മൾ വന്ന ഒരു കോച്ചിനോടൊക്കെ വിട പറഞ്ഞ് ഇനിയിപ്പോൾ നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും LHPയിലേക്ക് മാറണം, കാരണം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഒരുപാട് പഴക്കമുള്ള കോച്ചുകളാണ് മിക്കതും. എന്തൊരു തിരക്ക്! നേരെ അങ്ങ് വരെ എത്തണം ഇനി. ആലപ്പുഴയിൽ നിന്ന് ഉണ്ടായിരുന്ന ആ ഒരു ലോക്കോമോട്ടീവ് ഇതാണ്. അറക്കോണം WP4. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എൻഡായി. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വേറെ ലൈനൊന്നുമില്ല. ഇപ്പോൾ സമയം 5:39. പുരട്சி തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ട്രെയിനിൻ്റെ ടേബിളൊക്കെ ഉണ്ട്. ഇതാ ചെന്നൈ സെൻട്രൽ, വിജയവാഡ, വന്ദേ ഭാരത് ആയിരിക്കും. അതെ, വന്ദേ ഭാരത് 5:30 ഇവിടുന്ന്. അതിൻ്റെക്ക് ഇത് കാണുന്നുണ്ട് അവിടെ. പിന്നെ മൈസൂർ വന്ദേ ഭാരത് ഉണ്ടല്ലോ, ശതാബ്ദി എല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ. പിന്നെ രാജധാനി ഉണ്ട്. ഇവിടെ തന്നെ രാവിലെ തന്നെയാണ് രാജധാനി ഉള്ളത്. നല്ല തിരക്കാണ് ഈ ഒരു സമയത്ത്. പിന്നെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇരിക്കാനുള്ള നല്ല സ്ഥലമൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗമൊക്കെ അടിപൊളിയാണ്. ഇവിടെ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ഞങ്ങൾ യാത്ര ചെയ്ത ആലപ്പുഴ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് ഒരു ഹൈ ഡിമാൻഡ് ട്രെയിൻ തന്നെയാണ്. കാരണം ഇതിൽ നിന്ന് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പോകാനായും മനു പറഞ്ഞ പോലെ നല്ല ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ട്രെയിനാണ്. ഇപ്പോൾ ഈ വണ്ടി ഇപ്പം ആലപ്പുഴയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ചെന്നൈയിലെത്തി. ഇന്ന് ഈ വണ്ടി വൈകിട്ട് 3 മണി ആ ഒരു സമയത്ത് തിരുവനന്തപുരത്തേക്ക് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോകും. അങ്ങനെയാണ് അതിൻ്റെ ഷെയറിങ് വരുന്നത്. തീർച്ചയായും. അപ്പോൾ എന്താ പറയുക,
ഈ ഒരു സമയത്ത് ഇനിയിപ്പം ഞങ്ങൾക്ക് അടുത്തൊരു യാത്രയുണ്ട്, അതിപ്പോഴേ ഇല്ല. എന്താ പറയുക, ഇവിടെ കുറച്ച് നേരം അതിൻ്റെ അകത്ത് തന്നെ പോയിട്ട് വെയിറ്റിംഗ് റൂമിലൊക്കെ പോയി ഫ്രഷായി എന്നാൽ അടുത്ത യാത്ര തുടങ്ങുക. പിന്നെ വേറൊരു കാര്യം, ഈ ട്രെയിനിൻ്റെ 3rd AC ഒക്കെ കുഴപ്പമൊന്നുമില്ല, അല്ലാതെ നിങ്ങൾ അകത്തൊക്കെ കയറി കണ്ടായിരുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല. സെക്കൻഡ് AC ഒക്കെ കാണുമ്പോൾ കുഴപ്പമില്ല, എന്നാലും സ്ലീപ്പറൊക്കെയാണ് ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ. റഷൊക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല പഴഞ്ച കോച്ചുകളല്ല, അതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മനസ്സിലുണ്ടെന്നിലേക്കാവും. ബൈ.